സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണോ? ട്രെയിനിലോ സ്വന്തം വാഹനത്തിലോ? എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ യാത്രാ രീതികളെ നേരിട്ട് ബാധിക്കുന്ന ചില വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത് വരെ കാര്യങ്ങൾ മാറാൻ പോകുന്നു. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? എന്നു മുതലാണ് അവ പ്രാബല്യത്തിൽ വരുന്നത്? നമുക്ക് വിശദമായി അറിയാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം ട്രെയിൻ യാത്രക്കാർക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അടിയന്തര യാത്രകൾക്കായി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ടിക്കറ്റ് ഏജന്റുമാരും മറ്റും ടിക്കറ്റുകൾ അനധികൃതമായി സ്വന്തമാക്കുന്നത് തടയാൻ റെയിൽവേ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ ആധാർ കാർഡ് നിർബന്ധമാക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ IRCTCയുടെ യൂസർ ഐഡിയുമായി ആധാർ നമ്പർ ലിങ്ക് ചെയ്യുക. ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. ആദ്യം നിങ്ങളുടെ IRCTC അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അവിടെ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ആധാർ KYC എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP നൽകി വെരിഫൈ ചെയ്താൽ മതി. ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്. ആധാർ ലിങ്ക് ചെയ്ത യൂസർമാർക്ക് ഒരു മാസം 24 തത്കാൽ ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാം. സാധാരണ ഇത് 12 ആണ്. അപ്പോൾ ജൂലൈക്ക് മുൻപ് തന്നെ എല്ലാവരും ആധാർ ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പറയാൻ പോകുന്നത് റോഡ് മാർഗം യാത്ര ചെയ്യുന്നവരെ കുറിച്ചാണ്. ടോൾ പ്ലാസയിലെ നീണ്ട ക്യൂ ഒഴിവാക്കാൻ വന്ന ഫാസ്ടാഗ് സംവിധാനത്തിൽ അടുത്തൊരു വലിയ മാറ്റം വരികയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 മുതൽ രാജ്യത്ത് GPS അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. എന്താണിത്? വളരെ ലളിതമാണ്. ഇനി ടോൾ പ്ലാസയിൽ വാഹനം നിർത്തി ടോൾ നൽകേണ്ടി വരില്ല. നിങ്ങളുടെ വാഹനത്തിന്റെ സഞ്ചാരം GPS വഴി ട്രാക്ക് ചെയ്യും. നിങ്ങളൊരു ഹൈവേയിൽ പ്രവേശിക്കുന്ന സ്ഥലവും പുറത്തിറങ്ങുന്ന സ്ഥലവും സിസ്റ്റം രേഖപ്പെടുത്തും. നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചോ അതിന് മാത്രം പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കുറയും. ഇതിലൂടെ ടോൾ പിരിവ് കൂടുതൽ സുതാര്യവും എളുപ്പവുമാകും. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്കിനും ഇതൊരു പരിഹാരമാകും. തുടക്കത്തിൽ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് നടപ്പിലാക്കുന്നതെങ്കിലും വൈകാതെ തന്നെ രാജ്യത്തുടനീളം ഈ സംവിധാനം വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ 2 പ്രധാന മാറ്റങ്ങളും ഓർമ്മയിൽ വെക്കുക. ജൂലൈ മുതൽ തത്കാൽ ടിക്കറ്റിന് ആധാർ നിർബന്ധം. ഓഗസ്റ്റ് 15 മുതൽ GPS അടിസ്ഥാനമാക്കിയുള്ള ഫാസ്ടാഗ് സംവിധാനത്തിന് തുടക്കം. യാത്രകളെ കൂടുതൽ സുഗമവും സുതാര്യവുമാക്കാനാണ് ഈ മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.